മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ബേസിക് സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് ടുവാർഡ്സ് എ 100 ഫോൾഡ് ഈൽഡ് അല്ലേ. നമുക്ക് ധാരാളം ഈൽഡ് കിട്ടുക. ഈൽഡ് എന്ന് പറഞ്ഞാൽ വിളവ് കിട്ടുക അല്ലേ. ധാരാളം വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുട്ടികളുടെ കോൺവെർസേഷനൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നമുക്ക് പേജ് നമ്പർ 8 കാണാം അല്ലേ. വി ക്യാൻ ഗെറ്റ് ഗുഡ് സീഡ്. നല്ല വിളവ് കിട്ടണമെങ്കിൽ സീഡ് നന്നാവണം. നല്ല സീഡ് എവിടെ നിന്നാണ് കിട്ടുക? നല്ലൊരു ഫ്രൂട്ടിൽ നിന്നേ കിട്ടുള്ളൂ അല്ലേ. നല്ല ഫ്രൂട്ട് നല്ലൊരു പ്ലാന്റിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഫസ്റ്റ് നമ്മൾ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ്, വെയ്റ്റ്, സൈസ്, സീഡ് കോട്ട് തുടങ്ങിയതൊക്കെ ശ്രദ്ധിക്കണം അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ അതിൻ്റെ ഷേപ്പ്, വെയ്റ്റ്, സൈസ്, സീഡ് കോട്ടൊക്കെ. ഓക്കെ, ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. നല്ല ഈൽഡ് കിട്ടാൻ നല്ല ക്വാളിറ്റി ഉള്ള സീഡ് തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം തുടങ്ങിയവയിൽ നിന്ന് പുതിയ തൈകൾ, സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ചില പ്ലാന്റുകൾ നമുക്ക് റൂട്ടിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചിലത് സ്റ്റെമ്മ് അല്ലേ, കമ്പൊക്കെ കൊത്തിയിട്ടിട്ട് ചിലതുണ്ടാവുള്ളൂ. ചിലത് ലീഫിൽ നിന്ന് തന്നെ പുതിയ സാപ്ലിങ്സ്, പുതിയ തൈ ഉണ്ടാക്കാം. ചിലത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, മണ്ണിൻ്റെ അടിയിലുള്ള സ്റ്റെമ്മുള്ള ചില പ്ലാന്റുകളുണ്ട് അല്ലേ. ഓക്കെ, അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പിന്നെ വിത്തിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റുകൾ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. റൂട്ടിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പേജ് നമ്പർ 10 ബ്രെഡ് ഫ്രൂട്ട്, നമ്മളെ ശീമപ്ലാവ്, അയിനിപ്ലാവ്, അയിനിച്ചക്ക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അത്. പിന്നെ കറി ലീഫ്, നീം, വേപ്പ്, ഇതൊക്കെ റൂട്ടിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റൂട്ടിൽ നിന്ന്. പിന്നെ സ്റ്റെമ്മ് അല്ലേ, കമ്പ് കുത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പ്ലാന്റുകളുണ്ട്. മുരിങ്ങ, ഷൂ ഫ്ലവർ, റോസ്, ടാപ്പിയോക്ക, അതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ ലീഫിൽ നിന്ന്, ഇലയിൽ നിന്ന് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ബ്രയോഫില്ലം, ബിഗോണിയ, സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഓക്കെ ഡയസ്കോറിയറിൻ്റെ കാച്ചിൽ, കാവുത്ത് എന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ ജിഞ്ചർ, ഒനിയനൊക്കെ എക്സാമ്പിളാണ് അല്ലേ. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് സീഡിൽ നിന്ന് വിത്ത് കുത്തിയിട്ടിട്ട് അതിൽ നിന്ന് പുതിയ സാപ്ലിങ്സ് ഉണ്ടാവുന്നത്. മുരിങ്ങ, ടൊമാറ്റോ, ബ്രിഞ്ചൽ, ബിറ്റർ ഗാർഡ്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. നമ്മുടെ കോക്കനട്ട്, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. യെസ്, ചില പ്ലാന്റുകൾ അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും വെജിറ്റേറിയൻ പ്രൊപ്പഗേഷൻ വഴിയും രണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനത്തതുണ്ട് അല്ലേ. നമ്മളെ ഷീമക്കൊന്ന, ഗ്ലിരിസീഡിയ, മുരിങ്ങ, കറി ലീഫ്, ചൈന റോസ്, തേക്ക്, അതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കണേ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലെയറിങ് ആണ് അല്ലേ. ലെയറിങ്, അതിൻ്റെ സ്റ്റേജസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ പേജ് നമ്പർ 12 പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജുകളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ലെയറിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എയർ ലെയറിങ്, സെർപ്പൻറ്റൈൻ ലെയറിങ്. അത് ഏതൊക്കെയാണ്? ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. എയർ ലെയറിങ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, സെർപ്പൻറ്റൈൻ ലെയറിങ് ചെയ്യുന്നത് എന്താണ്. എയർ ലെയറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. സെർപ്പൻറ്റൈൻ ലെയറിങ് ഒക്കെ നമ്മളിങ്ങനെ വള്ളികളായിട്ട് അല്ലേ, ക്രീപ്പേഴ്സ് ആയിട്ടുള്ള പ്ലാന്റുകളിലാണ് നമുക്ക് സെർപ്പൻറ്റൈൻ ലെയറിങ് ചെയ്യാൻ പറ്റുക. അതായത് മണ്ണിൽ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫ്റ്റിംഗ് ആണ്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്. ഓക്കെ,
പിന്നെ ഗ്രാഫ്റ്റിങ്, പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഓക്കെ ബഡ്ഡിങ്. ഈ മൂന്നും പഠിക്കണം: ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് അല്ലേ? ഓക്കെ. ലെയറിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലെയറിങ്ങിൽ നമുക്ക് എന്തുണ്ടാവില്ല, ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല. അതായത് അടിയിലേക്ക് പോകുന്ന, ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന വേരുകൾ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. പിന്നെ അതിന് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരും. പിന്നെ ഷോർട്ട് ലൈഫ് സ്പാൻ ഉണ്ടാവുക. നോർമലായിട്ട് ഉണ്ടാകുന്നൊരു പ്ലാന്റിന് അത്രയും ലൈഫ് സ്പാൻ ഉണ്ടാവില്ല കേട്ടോ ലെയറിങ്ങിന്. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ. ഹൈബ്രിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് രണ്ടിൻ്റെയും ഗുണങ്ങളുള്ള പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈബ്രിഡൈസേഷൻ അല്ലേ? ഹൈബ്രിഡൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം പോളിനേഷനാണ്. സാധാരണ എന്താണ്, നമുക്കറിയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഇൻസെക്റ്റുകളാണ് പോളിനേറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ ഇൻസെക്റ്റ് അല്ല പോളിനേഷൻ ചെയ്യുന്നത്, അത് നമ്മൾ തന്നെ അല്ലേ? മാൻ പവർ. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ്. പൂവിൻ്റെ പൊടി നമ്മളെടുത്തിട്ട്, പൂവിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു പൂവിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ തട്ടിക്കൊടുക്കുക അല്ലേ? അതാണ് ഹൈബ്രിഡൈസേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പോളിനേഷൻ. അപ്പോൾ അതിന് ക്രോസ് പോളിനേഷനാണ്, അത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കൂടിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട്, പേജ് നമ്പർ 80 അത് നോക്കണം. പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലെന്ത് ചെയ്യും, സ്റ്റെയ്മന് കട്ട് ചെയ്യും. പൂവിൻ്റെ പൊടി അല്ലേ? മെയിൽ സ്റ്റെയ്മൻ എന്ന് പറഞ്ഞാൽ ആന്ത്രൂഷ്യയാണ്, മെയിൽ പാർട്ടാണ്, ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടാണ് സ്റ്റെയ്മൻ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഒരു കവർ കൊണ്ട് നമ്മൾ റാപ്പ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, നമുക്ക് ആവശ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെയ്മന് അല്ലേ, അതിൻ്റെ പോളൻസ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റെയ്മൻ കട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പോയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യും, പൂവിൻ്റെ പൊടി അവിടെ ബ്രഷ് കൊണ്ട് തട്ടിക്കൊടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ കവർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ സ്റ്റേജസ്, സ്റ്റെപ്പുകൾ കേട്ടോ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ. ശ്രദ്ധിക്കണേ, വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്, അപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. പിന്നെ അതിൽ നമുക്ക് ഓരോ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹൈബ്രിഡ് ചെയ്ത കുറച്ച് സീഡുകളുടെ പേര് നമ്മൾ പേജ് നമ്പർ 90 കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാണാതെ പഠിക്കണം. ചില്ലി, പീ, പാഡി, കോക്കനട്ട്, ലേഡീസ് ഫിംഗർ, പിന്നെ ഹൈബ്രിഡ് സീഡുകൾ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതിലുള്ളത് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററുകളെ കുറിച്ചാണ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശ്ശൂർ, സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരം, റബ്ബർ റിസർച്ച് സെൻറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.